നമസ്കാരം, KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ്. പ്രധാന വാർത്തകൾ. ഭൂതകാലത്തിന്റെ ഗൃഹാതുരത്വം നാടൻ പാട്ടിലൂടെ നമുക്ക് ചാലിച്ചു തന്ന അതുല്യ കലാകാരി കാവാലം രംഭ ഇനി ഓർമ്മ. കാർഷിക മേഖല തകരുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നാം അധിവസിക്കുന്ന പരിസ്ഥിതി തന്നെയെന്ന് C. രവീന്ദ്രനാഥ് MLA. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വിമർശനവുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അവിട്ടം തിരുനാൾ സ്കൂൾ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ മന്ത്രി നിഷേധിച്ചെന്ന് പ്രതിഭാഹരി. വാർത്തകൾ വിശദമായി. വാമൊഴിപ്പാട്ടുകളുടെ വാനമ്പാടി കാവാലം രംഭയ്ക്ക് വിട. വ്യാഴാഴ്ച പുലർച്ചെ കോട്ടയം നവജീവൻ ട്രസ്റ്റിൽ വെച്ചായിരുന്നു അന്ത്യം. കാവാലം രംഭ അന്തരിച്ചു. നാടൻ പാട്ടുശാഖയിൽ കുട്ടനാടിന്റെ വാനമ്പാടിയായിരുന്നു രംഭ. ചങ്ങനാശ്ശേരി നവജീവൻ ട്രസ്റ്റിൽ വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുത്തതും കാലം പകർന്നു നൽകിയ വാമൊഴി വഴക്കങ്ങളും പാടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാടൻ പാട്ടിന്റെ നറുമുത്ത് വിതറിയ ഗായിക, കവിയത്രി, കുട്ടനാടിന്റെ സ്വന്തം പൂങ്കുയിൽ. ആയിരക്കണക്കിന് നാടൻ പാട്ടുകളുടെ ശീലുകളാണ് കാവാലം രംഭ എന്ന നാടൻ പാട്ടുകളുടെ പാട്ടമ്മ കേരളത്തിന് നൽകിയത്. ഇടനാടൻ പാട്ട്, പുന്നാരപ്പാട്ട്, വേലൻപാട്ട്, പറയപ്പാട്ട്, വെലിപ്പാട്ട്, വഞ്ചിപ്പാട്ട്, ഉൾപ്പത്തിപ്പാട്ട്, മുടിപ്പാട്ട്, പുരാണപ്പാട്ട് എന്നു തുടങ്ങി ചെങ്ങന്നൂരാദിപ്പാട്ടും വട്ടക്കളിപ്പാട്ടും രംഭയുടെ നാടൻ ശീലുകളിൽ ഒരു നാടിനെ ഗൃഹാതുരത്വത്തിന്റെ ഇന്നലകളിലേക്ക് അടയാളപ്പെടുത്തി. കൊയ്ത്തുപാട്ടും ഞാറ്റുപാട്ടും നടിയൽപ്പാട്ടും കുത്തുപാട്ടും പൊലിപ്പാട്ടും ചക്രപ്പാട്ടും ഉഴവുപാട്ടും ഒക്കെ ഏതെങ്കിലും മലയാളിയുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നെങ്കിൽ അതിന് കാരണവും കാവാലം രംഭയാണ്. മുടിയാട്ടം, തെയ്യാട്ടം, കോലംതുള്ളൽ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും അതിന്റെ പാട്ടുകളും പുതിയ തലമുറയ്ക്ക് കൈമാറിയതും മറ്റാരുമല്ല. പാട്ടുകൾക്കൊപ്പം കുട്ടനാടിന്റെ കാർഷിക വാമൊഴികളും അവർ അടയാളപ്പെടുത്തിയിരുന്നു. കഴുകച്ചാമ്പും ഈരിക്കലും വേലിക്കടവും കാവൽക്കൂലിയും കാവൽക്കറ്റയും പദവും പുലിയും മുടയും കളമടിയും കറ്റയും കളവുമൊക്കെ മലയാളിയുടെ കാർഷിക വാമൊഴികളായി അക്ഷരമുത്തുകളായി നിലനിർത്തുന്നതിൽ രംഭയുടെ പങ്ക് അനിഷേധ്യമാണ്. കാലം വായിച്ച കാർഷിക സംസ്കാരത്തിന്റെ നേരറിവുകൾ പകർന്നു നൽകിയ കലാകാരി. 2005 കേരള ഫോക്ലോർ അക്കാദമി അവാർഡ്, ശ്രീ മാധവാനന്ദജി പുരസ്കാരം, ചാവറ ഫെസ്റ്റ് അവാർഡ്, വൈകുണ്ഠസ്വാമി പുരസ്കാരം, കുട്ടനാട് പൈതൃക കേന്ദ്രം പുരസ്കാരം, 2013 പുരോഗമന കലാസാഹിത്യ സംഘം പുരസ്കാരം. ഒടുവിൽ പാട്ടിന്റെ പാലാഴിയുമായി അവർ അരങ്ങൊഴിഞ്ഞു. കാവാലം രംഭയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് KCV. കുട്ടനാടിന്റെ നാടൻപാട്ട് കലാകാരി കാവാലം രംഭയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയോടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. ഇതോടനുബന്ധിച്ച് നടന്ന അനുശോചന സമ്മേളനം കാവാലം നാരായണ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. വലിയൊരു നഷ്ടമാണ്. ഇവരുടെ ഉത്തേജനം, ഇവർ തന്ന ഒരു ശക്തി ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് നാടെന്താണെന്നറിയാനും നാടിൻ്റെ കല എന്താണെന്നറിയാനും രംഭാമ്മ പോലുള്ള വയലിൽ പണിയെടുത്ത് പഠിച്ച് ആ പണിയോടൊപ്പം പാടി ചൈതന്യവത്തായ നമ്മുടെ ഭൂമിയെ ചൈതന്യവത്താക്കിയ ഒരു സൗഭാഗ്യവതിയായിരുന്നു രംഭാമ്മ. അവരുടെ ആത്മാവിന് നിത്യശാന്തി പ്രാർത്ഥിക്കുകയും നിങ്ങളോടൊപ്പം ഈ ദുഃഖത്തിൽ പങ്കെടുക്കുകയും, അതുകൂടാതെ ഈ വർഷം കുട്ടികളുടെ വർക്ക്ഷോപ്പ് നടത്തുമ്പോൾ രംഭാമ്മയുടെ പേരിൽ വേണം ആ സ്ഥലം നഗറോ എന്താണെന്ന് വെച്ചാൽ അറിയപ്പെടുന്നത്. NK ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു.
പുന്നപ്ര ജ്യോതികുമാർ കാവാലം രംഭയുടെ നാടൻ പാട്ടുകൾ പാടി. തുര്യൻ മറമറഞ്ഞേരെയ്യന്താര കാറന്നു നിരനിരന്നേരെയ്യന്താര ആ തിന്തോകത്തേനെന്തിന്തോതക തിന്തിന്താര ഒത്തു കിളക്കിനെടോ തിന്തിന്താര ഒരുമിച്ചു കിളക്കിനെടോ. സോപാനം, തിരുവനന്തപുരം തനത് വാമൊഴിക്കൂട്ടം, ഇപ്റ്റ, നവതാര തുടങ്ങി നാടൻപാട്ട് സംഘങ്ങളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. രാഷ്ട്രീയ, കല, സാംസ്കാരിക, സാമുദായിക, സന്നദ്ധ സംഘടനാ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കാർഷിക മേഖലയുടെ തകർച്ചയിൽ നിന്നുമാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് സി രവീന്ദ്രനാഥ് MLA. CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നെടുമുടിയിൽ സംഘടിപ്പിച്ച ഹരിത സംസ്കാരവും ജൈവ പച്ചക്കറിയും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറച്ചു കാലമായിട്ട് കാർഷിക മേഖല ഒന്നാമത്തെ പരിഗണനയിൽ വരുന്നില്ല. കൃഷിയിൽ നിന്നും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ, ലോകത്തെല്ലാ ഭരണകൂടങ്ങളും പിൻവലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃഷിക്കല്ല പ്രാധാന്യം, മറിച്ച് കൃഷി ചെയ്യുന്ന ഭൂമി അടക്കമുള്ള ഊഹക്കച്ചവടത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് ഒരു വലിയ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളിലെയും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാർഷിക മേഖലയുടെ തകർച്ചയാണ് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന പ്രധാന പ്രശ്നം. കൃഷിഭൂമിയുടെ ഊഹക്കച്ചവടത്തിനാണ് കേന്ദ്ര, സംസ്ഥാന സർക്കാരുകൾ പ്രാധാന്യം നൽകുന്നത്. കീടനാശിനിയുടെയും രാസവളങ്ങളുടെയും അമിത ഉപയോഗം നാടിന്റെ പരിസ്ഥിതിയെയും പ്രാദേശികപരമായ മലിനീകരണവും സൃഷ്ടിക്കുന്നതിന് പുറമെ ജനങ്ങളുടെ ആരോഗ്യത്തെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രൊഫസർ പി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. MLA-മാരായ G സുധാകരൻ, AM ആരിഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഭാഹരി, KB ഗിരീഷ് കുമാർ, റെജി GV, അഡ്വക്കേറ്റ് KR ഭഗീരഥൻ, R നാസർ എന്നിവർ സംസാരിച്ചു. മങ്കൊമ്പ് അവിട്ടം തിരുനാൾ സ്കൂൾ കെട്ടിടം പുനർനിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് നിരസിച്ചുവെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U പ്രതിഭാഹരി. അവിട്ടം തിരുനാൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അവാർഡ് ദാനവും വാർഷികവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സമാധാനിക്കാം, ഒരാൾക്ക് പോലും ഒരു ചെറിയ അപകടം പോലും ഉണ്ടാവാതെ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളത്. ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഞാനും നിങ്ങളും ഈ സ്ഥാപനത്തിലുള്ളവരും ഒക്കെ ഒരുപാട് ഈ സ്ഥാപനത്തെയൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടായി ഞങ്ങൾക്ക് ആർക്കും പിടിച്ചു നിൽക്കാൻ പോലും കഴിയില്ല. ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. കെട്ടിടം ഉണ്ടാക്കിയ ഞാനല്ല, കെട്ടിടം ഉണ്ടാക്കിയ രമേഷ് കുമാർ അല്ല, കെട്ടിടം ഉണ്ടാക്കിയ ടീച്ചറല്ല, ഇവിടെ ഇരിക്കുന്ന മനോജും ഇവിടെ പത്മകുമാറും ആരുമല്ല കെട്ടിടം ഉണ്ടാക്കിയത് കോൺട്രാക്ടറാണല്ലേ. കോൺട്രാക്ടർ തന്നെയല്ല കെട്ടിടം ഉണ്ടാക്കിയത്. കോൺട്രാക്ടറെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്ന എഞ്ചിനീയറാണ് ഇല്ലേ. കോൺട്രാക്ടർ ഒരു നിരപരാധി. പുള്ളിയോട് പറയുന്ന കെട്ടു എന്ന് പറയുമ്പോൾ പുള്ളി കെട്ടുന്നു, ഇഷ്ടിക അങ്ങോട്ട് വെക്കാൻ പറയുമ്പോൾ വെക്കുന്നു, തേക്കാൻ പറയുമ്പോൾ തേക്കുന്നു, 10 ദിവസം കൊണ്ട് പണി തീർക്കണമെന്ന് പറയുമ്പോൾ പണി തീർക്കുന്നു. പക്ഷെ ഇതിന്റെ എല്ലാം ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു വിദ്വാനുണ്ട്, അയാളുടെ പേരാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലേ. അതാരാണാവോ എന്ന് എനിക്കറിയില്ല. അയാളുടെ പേരെന്ന് അവാർഡ് കൊടുക്കണം വിളിച്ചിട്ട്. കാരണം ഈ 6 മുറി പണിയാൻ കൊടുത്ത സ്ഥലം 12 മുറിക്ക് വേണ്ടി കൊടുത്ത ആ മനുഷ്യനെയാണ് നിങ്ങൾ പോയി കരാവോ ചെയ്യേണ്ടത്. അദ്ദേഹം എവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയില്ല, പുറത്ത് കിട്ടിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് LSCD-കാരും പുറത്തു വിടുന്നില്ല പേര്. കാരണം കുറ്റം ചെയ്തത് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് മങ്കൊമ്പ് സ്കൂളിൽ. നിങ്ങളത് അറിയണം. സ്കൂൾ കെട്ടിടം തകർന്നതിന്റെ ഉത്തരവാദി കോൺട്രാക്ടർ അല്ല, അതിന്റെ ഉത്തരവാദി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. 6 മുറി പണിയാനുള്ള പണം ഉപയോഗിച്ച് 12 മുറികൾ പണിയാൻ ഉത്തരവിട്ട എഞ്ചിനീയറെയും കൂട്ടരെയുമാണ് കുട്ടികൾ തടഞ്ഞു വെക്കേണ്ടതെന്നും അവർ കൂട്ടിച്ചേർത്തു. PTA പ്രസിഡന്റ് KC രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. P പത്മകുമാർ, സുധാമണി വിജയൻ, CK രാധാകൃഷ്ണപിള്ള, രാജേഷ്, P രാധാകൃഷ്ണൻ, D വത്സല എന്നിവർ സംസാരിച്ചു. തുടർന്ന് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ MS സ്വാമിനാഥൻ ഏർപ്പെടുത്തിയ MS കൃഷ്ണമൂർത്തി അവാർഡും സ്കൂൾ സ്ഥാപകൻ അഡ്വക്കേറ്റ് അനന്തശിവ അയ്യർ സ്മാരക അവാർഡും വിതരണം ചെയ്തു. Platinum Jubilee Colleges Career Guidance. കാലവർഷക്കെടുതിയിൽ വീട് തകർന്നിട്ടും ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും പണം ലഭിച്ചില്ലെന്ന് പരാതി. കാവാലം ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ പൊച്ചാലയ്ക്കൽ ചിറ ജയകുമാറാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസമായിട്ട് മേൽക്കൂര തകർന്ന വീട്ടിൽ ജീവൻ പണയം വെച്ചാണ് ജയകുമാറും ഭാര്യയും അമ്മയും 3 മക്കളും അടങ്ങുന്ന കുടുംബം കഴിയുന്നത്. കാലവർഷം കലിതുള്ളിയപ്പോൾ വീടിന് സമീപത്തെ മരം കടപുഴകി വീടിന് മുകളിൽ പതിച്ചാണ് തകർന്നത്. വീടിന്റെ ഭിത്തികളും മേൽക്കൂരയും തകർന്ന നിലയിലായിരുന്നു. പലിശക്കാരിൽ നിന്നും അയൽക്കൂട്ടത്തിൽ നിന്നും പണം കടമെടുത്താണ് വീടിന്റെ ഭിത്തികളിലെ കേടുപാടുകൾ പരിഹരിച്ചത്. ദുരിതാശ്വാസ ഫണ്ട് ലഭിക്കുന്നതിനായി കാവാലം വില്ലേജ് ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല.
പ്രകൃതി ദുരന്തത്തിൽ തങ്ങളുടെ വീട് തകർന്നിട്ടും ഗവൺമെന്റിൽ നിന്നും ആവശ്യമായ സഹായം എത്തിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും സാധിച്ചിട്ടില്ലെന്ന് ജയകുമാർ പറഞ്ഞു. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ പെരയുടെ മുഖത്ത് മരം വീണ് പെര നശിപ്പിച്ചു. ഞങ്ങൾ 8 മണി രാത്രികളെ ഞാനും ഭാര്യയും 3 പിള്ളേരും അമ്മയുമായിട്ടാണ് ഇതിനകത്ത് താമസിക്കുന്നത്. ഞങ്ങൾ പേടിച്ച് പുറത്തിറങ്ങി മരമെല്ലാം രാത്രി തന്നെ വെട്ടി മാറ്റി വില്ലേജ് പിറ്റേ ദിവസം തന്നെ വില്ലേജ് പരാതി കൊടുക്കുകയും ചെയ്തു. പരാതി കൊടുത്തൊരു മാസം കഴിഞ്ഞപ്പോൾ അവരുടെ പുറകെ നിരന്തരമായിട്ട് വന്ന് കാണുമെന്നും പറഞ്ഞ് നിരന്തരമായിട്ട് ഫോട്ടോ എടുത്ത് അവിടെ കൊണ്ട് കാണിച്ചെന്ന് പറഞ്ഞ് വേറൊരു ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ വേറൊരു ഫോട്ടോ എടുത്തുകൊണ്ട് കാണിച്ച് പിന്നെ ഇങ്ങനെ നിരന്തരം ഒരു 2 മാസത്തോളം അവരുടെ പുറകെ കഴിഞ്ഞപ്പോൾ ഒരാളെ പറഞ്ഞു വിട്ടു. വില്ലേജിൽ ഒരാളെ പറഞ്ഞിട്ട് പുള്ളി വന്നെല്ലാം നോക്കി ചോദിച്ചു ഞാൻ ഉടനെ ഇതെല്ലാം ശരിയാക്കി തരാമെന്നും പറഞ്ഞ് പോയത്. പിന്നെ നാളെ ഇതുവരെ അനക്കമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ അപേക്ഷ കൊടുത്തവർക്കെല്ലാം ഇതിന്റെ പ്രതിഫലം കിട്ടുകയും എടുക്കുകയും ചെയ്യും. ഇത് നമ്മളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതാണ് ഇവിടുത്തെ മെമ്പറും മറ്റ് ഭരണാധികാരികളും. പഞ്ചായത്തിലാണ് 100 പ്രാവശ്യം കയറി ഇറങ്ങി ഇതിനെന്തെങ്കിലും സഹായം ചെയ്തു തരാൻ പറഞ്ഞിട്ട് വരത്തില്ല. ഞാനൊരു രോഗിയാണ്. എനിക്ക് ഒരു കൂലിവേല എടുത്ത് ഈ വരവണത് കൊണ്ടുപോകാനായിട്ടും പിള്ളേരെ വളർത്ത പിള്ളേരെ പഠന കാര്യം, അമ്മയ്ക്കാണ് എപ്പോഴും അസുഖം, ഭാര്യയ്ക്ക് അസുഖം, അങ്ങനെ എല്ലാം ഒരു അസുഖമായിട്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. അതിനകത്ത് നമ്മളെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. നമ്മളെ അവഗണിക്കുന്ന രീതിയിലാണ് ഇവരുടെ സംസാരം. ജയകുമാറിനൊപ്പം അപേക്ഷ നൽകിയവർക്ക് ഗവൺമെന്റിൽ നിന്നും ധനസഹായം ലഭ്യമായിരുന്നു. വെയിലും മഴയും മഞ്ഞുമേറ്റ് കഴിയുന്ന ഈ കുടുംബം അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ്. KCV ന്യൂസ്, കാവാലം. ഒന്നാം UPA സർക്കാരിന് ഇടതുപക്ഷ പിന്തുണയുണ്ടായിരുന്ന കാലത്താണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് തുടക്കമായത്. എന്നാൽ 2ാം UPA സർക്കാരും പിന്നീട് വന്ന മോദി സർക്കാരും തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്തകരായി മാറി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചപ്പോൾ നാട്ടിൻപുറങ്ങളിലെ ദരിദ്ര നാരായണന്മാരുടെ ജീവിതത്തിന് ഒരു പുതിയ ഉണർവ് ഉണ്ടായി എന്നത് വസ്തുതയാണ്. ഗ്രാമീണ ജനതയുടെ ദാരിദ്ര്യ ലഘൂകരണത്തിന് പദ്ധതി വളരെയേറെ സഹായകരമായി. പ്രധാനമായും സ്ത്രീകളുടെ വരുമാനവും തൊഴിൽ ദിനങ്ങളും വർദ്ധിച്ചു. ഇത് അവരുടെ ക്രയവിക്രയ ശേഷിയും തൊഴിലിനോടുള്ള ആഭിമുഖ്യവും ആത്മാഭിമാനവും വർദ്ധിപ്പിച്ചു. എല്ലാറ്റിനും കുടുംബത്തെ പുരുഷന്മാരെ ആശ്രയിക്കുക എന്ന നിലയിൽ നിന്ന് മാറി അവരെ വരുമാനമുള്ളവരാക്കി തീർത്തു. അതോടൊപ്പം ഗ്രാമത്തിന്റെ മുഖഛായയും ക്രമാനുഗതമായി മാറി. പോളതിങ്ങി നിറഞ്ഞ മലിനമായ ജലാശയങ്ങൾ വൃത്തിയായി. ആശുപത്രിയുടെയും പള്ളിക്കൂടങ്ങളുടെയും പരിസരങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. കാർഷിക മേഖലയിലും ശക്തമായ ഇടപെടലുകൾ നടത്താൻ തൊഴിലുറപ്പ് കൂട്ടായ്മകൾക്ക് സാധിച്ചു. എന്നാൽ ഈ പദ്ധതിയെ നിർമ്മാണ മേഖലയിലേക്ക് പരിമിതപ്പെടുത്തി ഇല്ലാതാക്കുവാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ദരിദ്ര ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ അനുഭാവപൂർവ്വം നോക്കിക്കാണാൻ മോദി സർക്കാരിനും സാധിക്കുന്നില്ല എന്ന് അടിവരയിടുന്നതാണ് ഈ നീക്കം. ആഴ്ചക്കണക്കിൽ തൊഴിലാളിക്ക് കൂലി നൽകണമെന്നാണ് പാർലമെന്റ് പാസാക്കിയ നിയമം. എന്നാൽ മാസങ്ങളുടെ കുടിശ്ശികയാണ് അവർക്കിപ്പോഴും ലഭിക്കുവാനുള്ളത്. 38.63 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയെ പാടിപ്പുകഴ്ത്തുന്ന ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ വിതരണം ചെയ്യുവാനുള്ളത്. കേരളത്തിലെ UDF സർക്കാർ സ്റ്റേറ്റിന്റെ വിഹിതം വിനിയോഗിക്കുന്നില്ലെന്ന് മാത്രമല്ല, കേന്ദ്രത്തിൽ നിന്നും നിയമപ്രകാരം ലഭിക്കേണ്ട തുക ചോദിച്ചു വാങ്ങുന്നതിനുള്ള കെൽപ്പ് കാണിക്കുന്നുമില്ല. നഗരപ്രദേശങ്ങളിൽ തൊഴിൽ നൽകാൻ സംസ്ഥാന സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 12.5 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഇത് ചെലവഴിക്കാതെ വകമാറ്റാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. 2014-15 അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്കായി നൽകിയ ആദ്യ ഗഡു കുടിശ്ശിക തീർക്കുവാനാണ് സംസ്ഥാന സർക്കാർ വിനിയോഗിച്ചത്. വേതന കുടിശ്ശിക വൈകുന്നതിന് കാരണം കേന്ദ്രം പണം തരാതിരിക്കുന്നതല്ലെന്നും മറിച്ച് വേതന നിർണയത്തിലേക്കും വിതരണത്തിലേക്കും നയിക്കുന്ന നടപടിയുടെ വിവിധ ഘട്ടങ്ങളിലുണ്ടാകുന്ന കാലതാമസമാണെന്നുമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വിശദീകരണം. തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കണമെന്നും വർഷം 200 തൊഴിൽ ദിനങ്ങളെങ്കിലും നൽകണമെന്നും കൂലി 300 രൂപയായി വർദ്ധിപ്പിക്കണമെന്നുമുള്ള ആവശ്യത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെവി കൊടുത്തിട്ടില്ല. തൊഴിൽ ആവശ്യപ്പെടുന്നവർക്ക് തൊഴിൽ കാർഡ് നൽകുവാനും 15 ദിവസത്തിനകം തൊഴിൽ നൽകിയില്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകുവാനും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇത് കൃത്യമായി പാലിക്കുവാൻ സർക്കാർ തയ്യാറാവണം. കാർഷിക മേഖലയെയും പരമ്പരാഗതമായ തൊഴിൽ മേഖലയെയും തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തണം. നാട്ടിൻപുറത്തെ പട്ടിണിപ്പാവങ്ങളുടെ ജീവിതം തകർത്തുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾക്കെതിരെ തൊഴിലാളികൾ ഉണർന്നെണീക്കണം. തൊഴിലാളികളെ സംരക്ഷിക്കുമെന്ന് നാഴികയ്ക്ക് 40 വട്ടം ആണയിടുന്ന സർക്കാർ തന്നെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആരാചാരായി മാറിയിരിക്കുന്നത്. തൊഴിലുറപ്പിന്റെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും പ്രസക്തി മനസ്സിലാക്കുന്ന സംഘടനകൾ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഗ്രാമത്തിന്റെയും നഗരത്തിന്റെയും മുഖച്ഛായ മാറ്റുന്ന തൊഴിലുറപ്പ് പദ്ധതികൾ നിലനിൽക്കുകയുള്ളൂ. ക്യാമറാമാൻ മഡോണ വർഗീസിനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV വാർത്തകൾ. ചരിത്ര നേട്ടവുമായി കേരളം. ദേശീയ ഗെയിംസിലെ തുഴച്ചിലിനമായ റോവിംഗ് 500 മീറ്ററിൽ 3 സ്വർണമടക്കം 5 മെഡലുകൾ കേരളം വാരിക്കൂട്ടി. കേരളത്തിനായി ആലപ്പുഴ വേമ്പനാട്ട് കായലിൽ തുഴയെറിഞ്ഞ വനിതാ ടീം അംഗങ്ങളാണ് വ്യാഴാഴ്ച സ്വർണവേട്ട നടത്തിയത്. റോവിംഗ് മത്സര ഇനത്തിൽ കേരളത്തിന്റെ പുരുഷ ടീം നിറം മങ്ങിയ പോരാട്ടമാണ് കാഴ്ചവെച്ചത്. അതേസമയം കേരളത്തിന്റെ പുരുഷ ടീം അവസാന ദിവസം കോക്ലസ് 4 ഇനത്തിൽ വെങ്കലം നേടി അഭിമാനം കാത്തു.
പുരുഷ വിഭാഗത്തിൽ വേമ്പനാട്ട് കായലിൽ 8 സ്വർണ്ണ മെഡലുകളിലേക്ക് ഫിനിഷ് ചെയ്ത് സർവീസസ് മേധാവിത്വം കാട്ടി. വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ദേശീയ ഗെയിംസിൽ കേരളത്തിനായി സ്വർണം നേടുന്ന താരങ്ങൾക്ക് നിലവിലെ സമ്മാനങ്ങൾക്ക് പുറമെ 5 ലക്ഷം രൂപ വീതം അധികം നൽകുമെന്ന് കായിക മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഹോട്ടൽ പഗോഡയിൽ റോവിംഗ് താരങ്ങളുടെ മെഡൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗോൾഡ് വാങ്ങിയിട്ടുള്ള കുട്ടികൾ അവർക്ക് പ്രത്യേകമായ ഒരു സഹായം കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമാണ്. ഗോൾഡ് വാങ്ങിയ ടീമിലെ മുഴുവൻ ആളുകൾ ഇവിടെ കിട്ടുന്ന സമ്മാനത്തിനപ്പുറത്ത് 5 ലക്ഷം രൂപ അഡീഷണലായി നൽകുന്നതിന് വേണ്ടി അതോടൊപ്പം സിൽവർ കിട്ടിയവർക്കും അതോ ബ്രൗൺസ് കിട്ടിയ ആളുകൾക്കും അതേമാതിരിയുള്ള മറ്റ് അഡീഷണൽ സമ്മാനങ്ങളും നമ്മൾ നൽകുന്നുണ്ട്. KC വേണുഗോപാൽ MP, ആലപ്പുഴ ജില്ലാ കളക്ടർ N പത്മകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തൊഴിൽ ദിനങ്ങൾ കൂടുതൽ നൽകുന്ന സംഘങ്ങൾക്ക് മാത്രമേ സർക്കാർ ധനസഹായം നൽകൂവെന്ന് കയർ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ്. സർക്കാരിന്റെ പണം ബാങ്കിലിട്ട് പലിശ വാങ്ങാൻ ആരെയും അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. കയർ കേരള 2015 തൊഴിലാളികളുമായി മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പല തൊഴിലാളികളും അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാ സഹകരണ സംഘങ്ങളിലല്ലെങ്കിലും കുറെ സഹകരണ സംഘങ്ങളെങ്കിലും നേരിട്ട് വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുവാൻ വേണ്ടി എത്തിച്ചേരും എന്ന് ഞാൻ പറയുന്നു. കയർ തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ നേരിട്ട് അറിയാനാണ് മന്ത്രി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത്. സംവാദത്തിൽ അബ്ദുൽ ഗഫൂർ ഹാജി, AK രാജൻ, KR രാജേന്ദ്ര പ്രസാദ്, D സുഗതൻ, NK പവിത്രൻ, CR അനിൽ, അൻസാരി എന്നിവർ സംസാരിച്ചു.
മഹാത്മാ അയ്യങ്കാളി നയിച്ച കാർഷിക പണിമുടക്കിന്റെ 100ാം വാർഷിക ആചരണവും നവോത്ഥാന ശക്തി ചരിത്ര പ്രദർശനവും ഫെബ്രുവരി 16 മുതൽ 18 വരെ ചങ്ങനാശ്ശേരി പെരുന്ന ബസ് സ്റ്റാൻഡിൽ നടക്കും. ഫെബ്രുവരി 16 നടക്കുന്ന നവോത്ഥാന ശക്തി ചരിത്ര പ്രദർശനം ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും. അയ്യങ്കാളിയും കേരള നവോത്ഥാനവും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്യും. കേരള നവോത്ഥാന പ്രസ്ഥാനവും മലയാള സാഹിത്യവും നവോത്ഥാന മുന്നേറ്റത്തിന്റെ അവശേഷിക്കുന്ന കടമകൾ തുടങ്ങി വിവിധ സെമിനാറുകൾ വാർഷിക ആചരണത്തിന്റെ ഭാഗമായി ഉണ്ടാകും. കേരളത്തെ സംബന്ധിച്ച് സമൂഹം പല കമ്പാർട്ട്മെന്റുകളായി ഇപ്പോഴും ഏത് ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഏത് ജാതി മനോഭാവത്തിനെതിരെയാണോ നവോത്ഥാന നായകന്മാർ പൊരുതി മുന്നേറിയത്, ആ ജാതി തിന്മ, ജാതിപരമായ കൺസോളിഡേഷൻ, ജാതിപരമായ ബോധം കൂടുതൽ സമൂഹത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയും കൂടെ ഉണ്ട്. പുതിയ സ്വഭാവത്തിൽ, പഴയ രീതിയിലല്ല, പുതിയ സ്വഭാവം. അപ്പോൾ ഒരു ജനാധിപത്യവൽകൃതമായ ഒരു സമൂഹമായി സമൂഹത്തെ ഇനിയും, അതായത് നവോത്ഥാനം നാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ഒക്കെ കാലഘട്ടത്തിൽ അവർ തുടങ്ങിവെച്ച പ്രസ്ഥാനം ഏതാണ്ട് അതിന്റെ പ്രഭാവം ആ കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് അസ്തമിച്ചത്. അതിന്റെ കൃത്യമായ തുടർച്ച നമ്മുടെ സമൂഹത്തിൽ ഇനിയും വന്നിട്ടില്ല, പൂർണ്ണമായ അളവിൽ. വാർത്താ സമ്മേളനത്തിൽ മറ്റപ്പള്ളി ശിവശങ്കരപിള്ള, ലൂക്കോസ് കെ നീലംപേരൂർ, ജോസ് പനമൂടൻ, പി കെ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കുറിച്ചി ഔട്ട്പോസ്റ്റ് ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം ബിജു തോമസ്. യാത്രക്കാരുടെ ദുരിതങ്ങൾ കഴിഞ്ഞ ദിവസം KCB വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടി. ഗ്രാമപഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുവാൻ തയ്യാറാണെങ്കിലും PWD വകുപ്പിന്റെ അനാസ്ഥയാണ് ഇതിനു കാരണം. റോഡിന് വീതി കൂട്ടുവാൻ സ്ഥലം ഏറ്റെടുത്തെങ്കിലും ഇതിന്റെ നടപടികൾ പൂർത്തീകരിക്കുവാൻ വകുപ്പിന് കഴിയാത്തതും സർക്കാർ വിജ്ഞാപനം അനുസരിച്ച് സംസ്ഥാനത്തെ PWD റോഡുകളിൽ സ്ഥാപിക്കുന്ന വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കുവാൻ പ്രത്യാശ എന്ന സംഘടനയ്ക്കുമാണ് അധികാരം. എന്നാൽ സ്ഥലം ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കാൻ PWDക്ക് കഴിയാതെ പോയതാണ് ഇതിന് പ്രധാന കാരണം. ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുവാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി വരികയാണെന്നും ബിജു തോമസ് പറഞ്ഞു. കുറിച്ചിയിൽ KCB വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ഔട്ട് പോസ്റ്റിലെ ഒരു പ്രധാന പ്രശ്നം അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഇല്ല എന്നുള്ളതാണ്. കാരണം അവിടെ പടിഞ്ഞാറ് പോകാൻ നിൽക്കുന്ന കുട്ടനാടൻ പ്രദേശങ്ങളിലേക്ക് പോകാൻ നിൽക്കുന്ന ആളുകൾ മുഴുവൻ വെയിലും മഴയും ഏറ്റു നിൽക്കുകയാണ്. അവർക്കൊന്നും കയറി നിൽക്കുവാൻ ഒരു സൗകര്യമില്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് ഔട്ട് പോസ്റ്റ് പ്രദേശം നിൽക്കുന്നത്. അതിന് പ്രധാന കാരണം KSTP റോഡ് എടുത്തിട്ട് ആ റോഡിന്റെ പണി പൂർത്തീകരിക്കാത്തത് കൊണ്ടാണ് വെയിറ്റിംഗ് ഷെഡ് പണിയാൻ താമസം വരുന്നത്. കാരണം ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ആ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പല പ്രാവശ്യം PWDയുമായിട്ട് ആലോചിച്ചു. ഇപ്പോൾ PWD നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവ് പ്രതീക്ഷ, കേരളത്തിൽ ഗവൺമെന്റ് ഇപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്ന സംഘടനയ്ക്കാണ് വെയിറ്റിംഗ് ഷെഡ് പണിയുന്നതിനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത്. അതിന് പ്രതീക്ഷയുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കണമെന്നുള്ള നിർദ്ദേശം ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പ്രതീക്ഷ അനുവദിക്കുന്ന അവരുടെ പ്ലാൻ തരുന്ന മുറയ്ക്ക് അത് നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കും. പക്ഷേ KSTP അടിയന്തരമായി ആ റോഡിന്റെ ആ പ്രദേശം ഏറ്റെടുത്തുകൊണ്ട് അത് വൃത്തിയാക്കി KSTPയുടെ ആ ഭാഗം തന്നുവെങ്കിൽ മാത്രമേ പ്രതീക്ഷയ്ക്ക് ഇത് നിർമ്മിക്കാൻ കഴിയുള്ളൂ. പഞ്ചായത്ത് എന്തായാലും വെയിറ്റിംഗ് ഷെഡ് പണിയുന്നതിന് ബില്ലിംഗാണ്. ഉടൻ തന്നെ അത് നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പഞ്ചായത്ത് എടുത്തിട്ടുമുണ്ട്. അനീതിയോട് സന്ധി ചെയ്യുന്നത് ഏറ്റവും വലിയ കുറ്റമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് പോരാടിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി നേതാജി സുഭാഷ് ചന്ദ്രബോസ് അനുസ്മരണ സമ്മേളനം നടത്തി. AIDYO, AIDSO എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം AIDYO സംസ്ഥാന സെക്രട്ടറി NK ബിജു ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പറഞ്ഞത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്റ്റാലിന്റെ തടവറയിൽ, അങ്ങ് സൈബീരിയയിൽ സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിന്റെ തടവറയിലാണ് സ്റ്റാലിൻ മരിച്ചത്. വെറുതെ മരിക്കുകയായിരുന്നില്ല, സ്റ്റാലിൻ നേതാജി കൊല്ലപ്പെടുകയായിരുന്നു. സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ അനുചരന്മാർ സൈബീരിയയിലെ തടവറയിൽ ചെന്ന് തൂക്കിക്കൊല്ലുകയോ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയോ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യക്തതയില്ല, പക്ഷെ കൊന്നു എന്ന കാര്യത്തിൽ ഭയങ്കര വ്യക്തതയാണ്. ND കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. ബിജു സേവ്യർ, K വിമൽജി, മിനിമോൾ എന്നിവർ സംസാരിച്ചു. പുളുങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തെ റോഡിന്റെ പണി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് ABVP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം യുവമോർച്ച സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് സുദീപ് ഉദ്ഘാടനം ചെയ്തു. RSS കണ്ണാടി മണ്ഡലം കാര്യവാഹ് ശിവദാസ് അധ്യക്ഷത വഹിച്ചു.
ABVP യൂണിറ്റ് പ്രസിഡന്റ് ശ്രീനാഥ്, റിച്ചാർഡ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ചതിനെ തുടർന്ന് കണ്ണാടി മങ്കമ്പ് റോഡിലെ വാഹന ഗതാഗതം 15 മിനിറ്റോളം സ്തംഭിച്ചു. ആനപ്രമ്പാൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 6ാം ഉത്സവത്തോടനുബന്ധിച്ച് ഗജരാജൻ ചിറപ്പുളശ്ശേരി അനന്ത പത്മനാഭന് സ്വീകരണം നൽകി. ഉത്സവത്തിന്റെ ഭാഗമായി പെരുമ്പരം കുട്ടന്മാരാരും തിരുവല്ല രാധാകൃഷ്ണനും സംയുക്തമായി പഞ്ചാരിമേളം അവതരിപ്പിച്ചു. തുടർന്ന് കുളത്തിൽ വേലയും സേവയും നടന്നു. ശ്രീധർമ്മശാസ്ത്ര ഭക്തസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഇനി ചരമവാർത്തകൾ. തെക്കേക്കര കരിവേലിച്ചിറ വീട്ടിൽ ജാനകി നിര്യാതയായി 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പച്ച ചെക്കിടിക്കാട് കണിയാമ്പറമ്പിൽ റോസമ്മ സേവ്യർ നിര്യാതയായി 99 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 3:30 പച്ച ചെക്കിടിക്കാട് ലൂർദുമാത ദേവാലയ കുടുംബ കല്ലറയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂതകാലത്തിന്റെ ഗൃഹാതുരത്വം നാടൻ പാട്ടിലൂടെ നമുക്ക് ചാലിച്ചു തന്ന അതുല്യ കലാകാരി കാവാലം രംഭ ഇനി ഓർമ്മ. കാർഷിക മേഖല തകരുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നാം അധിവസിക്കുന്ന പരിസ്ഥിതി തന്നെയെന്ന് സി രവീന്ദ്രനാഥ് MLA. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വിമർശനവുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അവിട്ടം തിരുനാൾ സ്കൂൾ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ മന്ത്രി നിഷേധിച്ചെന്ന് പ്രതിഭാഹരി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.